അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച നമ്മുടെ കടയിൽ എന്തൊക്കെ നടന്നു? പൊതുവെ നമ്മുടെ കടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കുറവായിട്ട്, തീരെ കുറവായിട്ട്, ആഴ്ചയിൽ ഏറ്റവും കുറവ് മീൻ കിട്ടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് തിങ്കളാഴ്ച ആയിരിക്കും. അതെന്താണ് കാരണം എന്നറിയും? എല്ലാവരുടെ കാര്യം ഞാൻ പറയണതല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നിയെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യണം. പൊതുവെ എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പേര് ലീവ് എടുക്കുന്നത്. ലീവ് എടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ കടയിലേക്ക് വരുന്ന മീനിന്റെ അവൈലബിലിറ്റിയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യമായിരിക്കണം, എല്ലും മുറി ആഴ്ച മുഴുവനും പണിയെടുത്തിട്ട് 1-2 ദിവസം ലീവ് എടുത്തിട്ട് എൻജോയ് ചെയ്തില്ലെങ്കിൽ എന്ത് ജീവിതമല്ല. പക്ഷെ നമ്മുടെ കാര്യം അതല്ല. നമ്മൾ വർഷത്തിൽ 365 ദിവസം, അതായത് ദുഃഖവെള്ളിക്ക് വരെ നമ്മൾ, അല്ലെങ്കിൽ ഈസ്റ്റർ ആയിക്കോട്ടെ, ദുഃഖവെള്ളി ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, സംക്രാന്തി ആയിക്കോട്ടെ, എല്ലാ ദിവസങ്ങളിലും നമ്മൾ തുറന്ന് പ്രവർത്തിക്കോട്ടെ. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതൊരു റെസ്റ്റോറൻറ്റിലേക്ക് വെട്ടിക്കൊടുക്കാനുള്ള ഒരു മീനാണ്. 10-3 കിലോ തൂക്കുള്ളൊരു ട്യൂണ, അതായത് കേരയാണ്. ഇതേപോലത്തെ 10-15 കടകളിലോട്ട് നമ്മൾ ഡെയിലി മീൻ കൊടുക്കുന്നു. അവർക്ക് മാത്രമല്ല, പലതരത്തിലുള്ള കച്ചവടക്കാർക്ക്, അതായത് ഈ മീൻ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കും പിന്നെ ഈ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഹോസ്റ്റലിലോട്ടൊക്കെ നമ്മൾ മീൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കട തുറന്നില്ലെങ്കിൽ ഒട്ടും പറ്റത്തില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കടയിലേക്ക് ഡെയിലി ഈ കാണുന്ന പോലെ മീനും ചെമ്മീനും ഞണ്ടൊക്കെ ഡെയിലി പിടിച്ചിട്ട് വരുന്ന പല ആൾക്കാരും, അവരും നമ്മളെ പ്രതീക്ഷിച്ചാണ് നിൽക്കണവരെ. നമ്മൾക്ക് മീൻ കൊണ്ടുവന്ന് കിട്ടുന്ന കാശായിരിക്കും അവരുടെ ഉപജീവനമാർഗ്ഗം. അതുകൊണ്ട് തന്നെ ആര് ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയ്ക്ക് മാത്രം വർഷത്തിൽ ഒരു ദിവസം പോലും ലീവില്ല. ഇതെല്ലാം ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കടയിലെ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ്. മീനൊക്കെ വളരെ കുറവായിരുന്നെങ്കിലും അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റിയ മീനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നിട്ട്. വേറൊരു നല്ല കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഈ കാണുന്ന നാരങ്ങ മീൻ ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശനിയാഴ്ചയും ഞായറാഴ്ചയും വെള്ളിയാഴ്ച ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ന് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ കാണുന്ന കാരച്ചമീൻ, വലിയ കാരച്ചമീൻ കണ്ടില്ലേ, ജീവനുണ്ട്. ഇതിന് മാത്രം, ഈ ഒരു കാരച്ചമീന് മാത്രം 80 ഗ്രാമോളം തൂക്കുണ്ടായിരുന്നിട്ടാ. അതായത് കിലോയ്ക്ക് 650 രൂപ നമ്മൾ വിൽക്കുന്ന കാരച്ചമീനായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന പല വലുപ്പത്തിലുള്ള നാരഞ്ഞമീൻ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കാണുന്ന അച്ചാറിടണ ചൂടഞ്ഞമീൻ, അച്ചാറിട് മാത്രമല്ല എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് കൂടുതലും അച്ചാറിടാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ചൂടഞ്ഞമീനാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതേപോലത്തെ ഇഷ്ടം പോലെ ചെമ്മീനൊക്കെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ബക്കറ്റുകളിലൊക്കെ ആയിട്ടായിരുന്നു നമുക്ക് നാരഞ്ഞമീനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ നാരഞ്ഞമീൻ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനായിട്ട് മടിക്കണ്ട. എന്തോരുണ്ട്? 2,350 ഒരുമിച്ചോ കാണോ? അപ്പോൾ 4,450. അപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളിൽ നമ്മുടെ കടയിൽ ഈ പറഞ്ഞ കാരച്ചമീനായാലും കാളാഞ്ചി ആയാലും ലൈവായിട്ട് തന്നെ കിട്ടോട്ടെ. കാരച്ചമീനൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ നേരെ കൊണ്ടുപോയിട്ട് ഐസിലിടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഐസ് ഇല്ലോട്ടെ. ഇതിലിപ്പോൾ ഐസ് ഇല്ല, എന്തായാലും ഇപ്പം തന്നെ നമ്മൾ ഐസ് ഇടും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ കൊണ്ടുപോകുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് കയറി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കിട്ടിയ പാടെ അപ്പം തന്നെ നമ്മൾ ഐസിട്ട് വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ചേട്ടന്മാരാണ് മീൻ വന്നുകൊണ്ടിരിക്കുന്നത്. മീൻ കുറവായിരുന്നെങ്കിലും അത്യാവശ്യം കൊണ്ടുവരുന്ന സമയത്ത്, ആ ഒരു രാവിലെ സമയത്ത് എന്തായാലും നല്ല തിരക്കായിരിക്കും, റഷായിരിക്കും. മീൻ കൊണ്ടുവരുന്നവരുടെയും അത് വാങ്ങാനായിട്ട് വരുന്ന ചേട്ടന്മാരുടെ, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയും കണ്ടില്ലേ, ഓരോരുത്തർക്കും പല വെറൈറ്റി മീനും ചെമ്മീനൊക്കെ ഉണ്ട് കിട്ടുന്നത്. കണ്ട, ടൈഗർ പ്രോൺസ് കിട്ടുന്നുണ്ട് ഒരാൾക്ക് തന്നെ, കൂരി, മറ്റേ വറ്റ, എല്ലാ സാധനങ്ങളും ഒരാൾക്ക് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന കേര എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 കിലോ തൂക്കം വരുന്നൊരു കേരയുണ്ട്. അതിൻ്റെ ഫ്രഷ്നെസ് നിങ്ങൾ കണ്ട, നോക്കി ചാക്കുച്ചേട്ടൻ അതിൻ്റെ സ്കിന്ന് ഉരിച്ചിരിക്കുന്ന ആ ഒരു ശൈലി കണ്ട. അപ്പോൾ ഓരോരുത്തരും മീൻ നന്നാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലായിരിക്കത്തുള്ളൂ. അപ്പോൾ ആരെയും ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഞാൻ പല കമൻറ്റുകളും കണ്ടിട്ടുണ്ടായിരുന്നു, ചാക്കച്ചേട്ടനെ കളിയാക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുന്ന, പഞ്ചാബിനെ കളിയാക്കുന്നത്. അപ്പോൾ അവർ പണിയെടുക്കുന്നതാണ്. ഇതേപോലെ ഈ കമൻറ്റ് ചെയ്യുന്ന ടീമുകൾക്ക് ചിലപ്പോൾ അതേപോലെ ഒരു ഇല പോലും ചിലപ്പോൾ മുറിച്ചിട്ടുണ്ടാവില്ല ലൈഫിൽ. അവർ ഓരോ പണിയെടുക്കുന്നതാണ്, അവർ അന്തസ്സോടുകൂടി തന്നെ പണിയെടുക്കുന്നതാണ്. നല്ല രീതിക്ക് തന്നെ ഇഷ്ടം പോലെ ഫാൻസ് പറഞ്ഞു വന്നത്. ഓരോ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. ആ പണി ചെയ്യുന്ന ആരെയും കളിയാക്കാനായിട്ട് ആർക്കും അവകാശവും ഇല്ല. കണ്ടില്ലേ, ഞങ്ങളുടെ ചാക്കോച്ചേൻ്റെ രീതി ഇതാണ്ട. മീൻ കട്ട് ചെയ്യുമ്പോൾ കണ്ട, ഒരു ട്യൂണ അതിൻ്റെതായ രീതിയിൽ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടതനുസരിച്ച് പതുക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ, നല്ല അലുവ കഷ്ണം പോലെ എന്ന് തന്നെ പറയണം, കട്ട് ചെയ്തിരുന്ന കണ്ട. അതാണ് അതിൻ്റെതായ കഴിവെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഫിഷ് ടാങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേന്ന്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ കണ്ട, ഇഷ്ടംപോലെ ഞണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഞണ്ട് പ്രേമികൾ, ഞണ്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും പറ്റിയ അവസരം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലക്കുറവാണ്, ഞണ്ട് ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് തന്നെ. കണ്ടില്ലേ, 200 രൂപ മുതൽ 300, പിന്നെ 500, 600, അങ്ങനെയൊക്കെ നല്ല ഞണ്ടുകൾക്കൊക്കെ 600 രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടോട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ കാളാഞ്ചിയൊക്കെ ഇന്ന് പറഞ്ഞാൽ ഒരു 2.5 കിലോ 3-3.5 കിലോ വരെ സൈസുള്ള കാളാഞ്ചികളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോയ മീൻ എന്ന് പറഞ്ഞാൽ അത് കാളാഞ്ചി തന്നെയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ നിന്ന് വിറ്റ് പോകുന്ന മീൻ
കാളാഞ്ചിയാണ്. അത് ഇന്നും അങ്ങനെ തന്നെ ആയിരുന്നിട്ട് കണ്ട ഒരു ചേട്ടനെ എടുത്തുകൊണ്ട് പോയി ഒരു കാളാഞ്ചി ഒന്ന് വാങ്ങിച്ചിട്ട് പോയത് കാരണം. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്നത് നമ്മുടെ ചാക്കോച്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്കത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാളാഞ്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ്. അപ്പോൾ ഈ കാളാഞ്ചി നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെതുമ്പൽ ചെത്തി വൃത്തിയാക്കി നല്ല ക്ലീൻ കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാക്കോച്ചേട്ടൻ അതിനെ നമ്മുടെ പുള്ളിമുട്ടിമ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഇതിപ്പോൾ ജീവനുണ്ട്, രണ്ടെണ്ണം ജീവനുണ്ട്, അതിനെ ആദ്യം തന്നെ കൊന്നിട്ട് വേണം നമുക്കതിനെ ചെത്തി തുടങ്ങാനിട്ടിട്ടാണ്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിനെ ക്ലീൻ ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ ചാക്കോച്ചേട്ടൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചാക്കോച്ചേട്ടൻ കണ്ട അതിൻ്റെ അത് ചെതുമ്പൽ ചെത്തി വൃത്തിയാക്കുന്ന ആ ഒരു രീതി കണ്ട, ഒരു തരി മാംസം പോലും പോവാതെ അതിൻ്റെ ചെതമ്പൽ മാത്രം തൊലി മാത്രം ചെത്തി വൃത്തിയാക്കി നല്ല വെള്ള കുട്ടപ്പനാക്കി എടുക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെത്തുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കസ്റ്റമേഴ്സും ഇത് കാളാഞ്ചിയെ കൊണ്ടുപോകുന്നത് നെയ്യുള്ളതുകൊണ്ട് തന്നെ കാളാഞ്ചിയെ കൊണ്ടുപോകുന്നത് ഗ്രില്ല് ചെയ്യാനായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിക്കാണെന്നാണ് ഈ ഒരു കാളാഞ്ചി എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെതുമ്പൽ മാത്രം ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടാകും. ചെതുമ്പൽ മാത്രം ക്ലീൻ ചെയ്തിട്ടാണ് ആൾ കൊണ്ടുപോകുന്നത്, നമ്മുടെ കസ്റ്റമർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് വശത്തെ ചെതുമ്പലും ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചുണ്ടും കാര്യങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വയറ്റിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കളഞ്ഞ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ചെമ്മീൻ കിള്ളാനായിട്ട് സീതമ്മ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിരിക്കും ചെമ്മീൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മളിന്ന് 340 രൂപയ്ക്ക് വിറ്റിരുന്ന ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ചെമ്മീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. 1 കിലോ ചെമ്മീൻ തോടോട് കൂടിയുള്ള 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കിള്ളി വരുമ്പോൾ കറക്റ്റ് 550 ഗ്രാമിന് താഴെ 530-നും 550-നും ഇടയിൽ നിൽക്കോട്ടെ അതിൻ്റെ മീറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ അതേ പലരായിട്ട് പിന്നെയും മീനും ചെമ്മീനൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ണിച്ചേട്ടൻ കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസാണ് ആ ബക്കറ്റിലുള്ളത് കേട്ടോ. അതേപോലെ തന്നെ അതേ കുറച്ച് ചൂടഞ്ഞമീൻ വലകെട്ടുകാർക്ക് കിട്ടിയ കുറച്ച് ചൂടഞ്ഞമീനാണ് ഇത് ഈ കാണുന്ന സഞ്ചിയിലുള്ളത്. ചൂടഞ്ഞമീൻ എന്ന് പറയുമ്പോൾ പൊടിഞ്ഞു പോകില്ല, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാനായിട്ട് വളരെ ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അച്ചാറിടാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ചൂടഞ്ഞമീനാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ചൂടഞ്ഞമീൻ നമ്മളിന്ന് വിറ്റത് 180 രൂപയ്ക്കാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് കാരച്ചെമ്മീനൊക്കെ ഇത് ഇങ്ങനെ തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലെന്ന് പറഞ്ഞാൽ 1 കിലോയിൽ 20 എണ്ണം, 1 കിലോയിൽ 15 എണ്ണം, 1 കിലോയിൽ 30 എണ്ണം, അങ്ങനെ ആ ഒരു കൗണ്ടിലായിരിക്കും നമ്മൾ തരംതിരിച്ചെടുക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ കാര്യം തൂക്കി നോക്കിയിട്ട് ഓരോ ചെമ്മീനും തൂക്കി നോക്കിയിട്ടായിരിക്കും 3 കൊട്ടകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തരംതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 20 എണ്ണം 15 എണ്ണം വീഴുന്ന കാരച്ചെമ്മീനായിരിക്കും. അതൊക്കെ ഒറ്റ കാറ്റഗറി ആയിട്ടാണ് ഈ ഒരു സമയത്ത് എടുത്ത് നമുക്ക് പുറത്തോട്ട് കയറ്റി വിടുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വില ഇപ്പോൾ പിടുത്തക്കാർക്ക് കിട്ടുന്നുണ്ട് കാരച്ചെമ്മീൻ. അപ്പോൾ അത് രാവിലെ തന്നെ പിന്നെയും മീൻ പിടുത്തക്കാർ മീൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഓരോരോ കസ്റ്റമേഴ്സ് വന്ന് ഈ സമയത്ത് നമ്മുടെ കടയിൽ തമ്പടിച്ച് നിൽക്കുന്നതിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് മീൻ വരുന്നതെന്ന് അവർക്കറിയാം. അപ്പോൾ ഇത് ഈ കാണുന്ന പോലെ കൂരിയും വറ്റ അങ്ങനെയുള്ള മീനൊക്കെ ഇഷ്ടംപോലെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കയ്യോടെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ടാണ് കുറേ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. കണ്ട കുറേ പേരാണെന്നുണ്ടെങ്കിൽ അടുത്ത ഊഴം കാത്തിട്ട് മീൻ നമ്മുടെ തകലയിലോട്ട് ചൊരിഞ്ഞിടാൻ പിടിച്ചുകൊണ്ട് വന്ന മീൻ തകലയിലേക്ക് ചൊരിഞ്ഞിട്ട് തിരിയാൻ വേണ്ടിയിട്ട് അടുത്ത ഊഴം കാത്ത് നിൽക്കുന്ന ഇഷ്ടംപോലെ പേര് ഉണ്ട് കേട്ടോ. അപ്പോൾ അതോടൊപ്പം തന്നെ പലരുമായിട്ട് ഇങ്ങനെ പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് കൃത്യമായിട്ട് സമയമൊന്നും പറയാൻ പറ്റില്ല ഏത് സമയത്തായിരിക്കും മീനും ചെമ്മീനൊക്കെ ഇങ്ങനെ വരാമെന്ന്. കൂടുതലും രാവിലത്തെ ഒരു സമയത്തായിരിക്കും കൂടുതലും മീനും ചെമ്മീനൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞണ്ടെന്ന് പറഞ്ഞാൽ ദിവസം മുഴുവനും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള വറ്റ ഇത് നമുക്ക് കുറച്ച് ഓർഡറായിട്ട് എടുത്തങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കണം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. നിങ്ങൾ ആ ഒരു കമൻറ്റ് ഇട്ടാൽ മാത്രമേ ഇനിയും നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും നമുക്ക് തെറ്റുകളും കാര്യങ്ങളൊക്കെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.